ഹേ ഗായ്സ്, ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. +1 സീറ്റ് കിട്ടാൻ മർമ്മപ്രധാനമായ ഒരു സംഗതിയാണ് ബോണസ് പോയിന്റ്. ഈ ബോണസ് പോയിന്റ് ചില ആൾക്കാർക്ക് മാത്രമേ കിട്ടുള്ളൂ. ഈ വീഡിയോ കാണുന്നത് 10ാം ക്ലാസ് കഴിഞ്ഞ ഗ്രേസ് മാർക്ക് അവാർഡ് ചെയ്ത കുട്ടികളും ഉണ്ടാകും, ഗ്രേസ് മാർക്ക് അവാർഡ് ചെയ്യാത്ത അല്ലെങ്കിൽ ഗ്രേസ് മാർക്കിന് അർഹതപ്പെടാത്ത കുട്ടികളും ഉണ്ടാകും. ഗ്രേസ് മാർക്ക് അവാർഡ് ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് ഓൾറെഡി ഗ്രേസ് മാർക്ക് തന്നതുകൊണ്ട് തന്നെ ഇനി രണ്ടാമതായിട്ട് ഒരു ബോണസ് പോയിന്റ് കൊടുക്കുകയില്ല. ഇത് നേരത്തെ ഞാൻ പറഞ്ഞതാണ്. പിന്നെ എന്തിനാണ് ഈ ബോണസ് പോയിന്റ്? ഈ ബോണസ് പോയിന്റും അലോട്ട്മെന്റും തമ്മിലുള്ള ബന്ധം എന്താണ്? ബോണസ് പോയിന്റ് മാക്സിമം വരുന്നത് 10 ബോണസ് പോയിന്റ് ആണ്. ഈ 10 ബോണസ് പോയിന്റ് ആർക്കുണ്ടോ അവർക്ക് സീറ്റ് കിട്ടാനുള്ള സാധ്യത കൂടുകയാണ് ചെയ്യുന്നത്. 10 ബോണസ് പോയിന്റ് ഉള്ള കുട്ടിക്ക് WGPA എന്ന് പറയുന്നതിൻ്റെ വാല്യൂ കൂടും. WGPAയുടെ വാല്യൂ കൂടിയാൽ സീറ്റിന് റാങ്ക് കൂടും, റാങ്ക് കൂടിയാൽ സീറ്റ് കിട്ടുകയും ചെയ്യും. ഓക്കെ, സോ WGPAയിൽ ഏറ്റവും മർമ്മപ്രധാനമായത് ഒന്ന് നിങ്ങളുടെ റിസൾട്ടാണ്. ഓരോ A+കൾക്കും ഗ്രേഡ് വാല്യൂ അതാദ്യം കൂട്ടും. അതിൻ്റെ കൂടെ കൂട്ടുന്ന രണ്ടാമത്തെ സംഗതിയാണ് എന്ത്? ബോണസ് പോയിന്റ്. ഏതൊക്കെയാണ് ബോണസ് പോയിന്റ് കൊടുക്കുന്നത്? നിങ്ങൾ വായിച്ചോളെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കൃത്യനിർവഹണത്തിനിടയിൽ മരണമടഞ്ഞ ജവാന്മാരുടെ മക്കൾക്ക്, അതായത് നിയമപരമായി അവർ ദത്തെടുത്ത മക്കൾക്കും ഈ ആനുകൂല്യത്തിന് അർഹതയുണ്ട്. 5 ബോണസ് പോയിന്റ് ഉണ്ട്. ജവാന്മാരുടെയും എക്സ് സർവീസുകാരുടെയും ദത്തെടുത്ത മക്കൾക്കും സ്വന്തം മക്കൾക്കൊക്കെ 3 ബോണസ് പോയിന്റ് വരുന്നുണ്ട്. ഇനി NCC 75% കുറയാത്ത ഹാജർ കേഡറ്റിനുണ്ടെന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിരിക്കുന്ന കുട്ടികൾക്കും, സ്കൗട്ട് ആൻഡ് ഗൈഡ് രാഷ്ട്രപതി പുരസ്കാർ അല്ലെങ്കിൽ രാജ്യ പുരസ്കാർ നേടിയവർക്കും, അതോടൊപ്പം തന്നെ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റുകൾക്കും 2 ബോണസ് പോയിന്റ് വരുന്നുണ്ട്. ഓക്കെ, ഈ 2 ബോണസ് പോയിന്റ് ആർക്ക് കിട്ടില്ല? ഇതേ കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ 2 ബോണസ് പോയിന്റ് കിട്ടില്ല. അടുത്തത് A ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഉള്ള ലിറ്റിൽ കൈറ്റ്സ് അംഗം. A ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഉള്ള ലിറ്റിൽ കൈറ്റ്സ് അംഗത്തിനും ഗ്രേസ് മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ബോണസ് പോയിന്റ് ഉണ്ടാവില്ല. അതേ സ്കൂളിലെ വിദ്യാർത്ഥിക്ക് 2 ബോണസ് പോയിന്റ്. അതേ ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിൽ വരുന്ന കുട്ടിക്ക് 2 ബോണസ് പോയിന്റ്. അതേ താലൂക്കാണെങ്കിൽ 1 ബോണസ് പോയിന്റ്. അതായത് ഫോർ എക്സാമ്പിൾ, ഞാൻ കൊടുവള്ളിക്കാരനാണ്. ഓക്കെ, ഞാൻ അപ്ലൈ ചെയ്യുന്നത് കൊടുവള്ളി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്കാണെങ്കിൽ ഞാൻ ഏത് പഞ്ചായത്തിലാണ്? ഈ കൊടുവള്ളി എന്ന് പറയുന്ന പഞ്ചായത്തിലാണ്. അപ്പോൾ എനിക്ക് 2 ബോണസ് പോയിന്റ് കിട്ടി. ഞാൻ ഓൾറെഡി കൊടുവള്ളി സ്കൂളിൽ 10ാം ക്ലാസ്സിൽ പഠിച്ച കുട്ടിയായതുകൊണ്ട് എനിക്ക് 2 ബോണസ് പോയിന്റ് കൂടി കിട്ടി. അപ്പോൾ 2 എത്രയായി? 4 ആയി. ഇനി അതേ താലൂക്കിലാണ്, ഞാൻ താമരശ്ശേരി താലൂക്കിലാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് 1 ബോണസ് പോയിന്റ് കൂടി കിട്ടിയിട്ടുണ്ട്. ഓക്കെ ആണോ? ഹേ, യെസ്. അപ്പോൾ 5 ബോണസ് പോയിന്റ് എനിക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് ഗവൺമെന്റ് അല്ലെങ്കിൽ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ഇല്ലാത്ത ഗ്രാമപഞ്ചായത്തിലെ വിദ്യാർത്ഥികൾക്ക് അതേ താലൂക്കിലെ മറ്റ് സ്കൂളുകളിൽ നൽകുന്ന ഗ്രേഡ് പോയിന്റും 2 തന്നെയാണ്. അതായത് ഗവൺമെന്റോ എയ്ഡഡോ അല്ലാത്ത സ്കൂളുകളിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾക്ക് അതേ താലൂക്ക് ആണെങ്കിൽ 2 ബോണസ് പോയിന്റ് കിട്ടും. ഇനി കേരള സംസ്ഥാന ബോർഡ് നടത്തുന്ന പൊതുപരീക്ഷയിൽ, അതായത് SLC യോഗ്യത നേടുന്നവർക്ക് 3 ബോണസ് പോയിന്റ് കിട്ടും. അതായത് കേരളത്തിലെ ഇപ്പോൾ എല്ലാവർക്കും 3 ബോണസ് പോയിന്റ്. കാര്യം എല്ലാവരും എന്ത് ചെയ്തു? SLC പാസ്സായി. CBSE കഴിഞ്ഞ കുട്ടികൾക്ക് ഈ 3 ബോണസ് പോയിന്റ് കിട്ടില്ല. ICSE കഴിഞ്ഞവർക്ക് കിട്ടില്ല. സംസ്ഥാന ബോർഡാണ്, കേരള സംസ്ഥാന ബോർഡ് നടത്തുന്ന പൊതുപരീക്ഷയിൽ SSLC കേരള സിലബസ് യോഗ്യത നേടുന്നവർക്കാണ് 3 ബോണസ് പോയിന്റ്. അതായത് നിങ്ങൾ ഓൾറെഡി 10ാം ക്ലാസ് കേരള സ്റ്റേറ്റ് സിലബസ് SCERT ആണ് നിങ്ങൾ പഠിച്ചതെങ്കിൽ നിങ്ങൾക്ക് 3 ബോണസ് പോയിന്റ് കിട്ടി. അപ്പോൾ 3 കിട്ടി, നേരത്തെ ഓൾറെഡി 5 കിട്ടി. അപ്പോൾ 5 3 8 കിട്ടി. 10 കൂടി കിട്ടണമെങ്കിൽ ആ ഗ്രേസ് മാർക്ക് അവാർഡ് ചെയ്ത കുട്ടിക്ക് കിട്ടുമായിരുന്നു. പക്ഷേ ഗ്രേസ് മാർക്ക് ഓൾറെഡി കിട്ടിയത് കൊണ്ട് ആ കുട്ടിക്ക് 10 ബോണസ് പോയിന്റ് ഉണ്ടാവില്ല. ഓക്കെ ആണല്ലോ? യെസ്. ഇനി ഈ ഒരു കുറിപ്പ് 1ഉം 2ഉമാണ് നിങ്ങൾ കൃത്യമായിട്ട് വായിക്കേണ്ടത്. മേൽ പരാമർശിച്ച രീതിയിൽ ബോണസ് പോയിന്റിന് അർഹതയുണ്ടെങ്കിലും കണക്കാക്കുമ്പോൾ ഒരു അപേക്ഷകന് നൽകുന്ന ബോണസ് പോയിന്റ് പരമാവധി 10ആയി നിജപ്പെടുത്തുന്നതാണ്. നിങ്ങളൊക്കെ കൂട്ടിയിട്ട് ഒരാൾക്ക് 15 ബോണസ് പോയിന്റ് ഉണ്ടെങ്കിൽ അയാൾക്ക് കിട്ടൂല, 10 തന്നെ ആയിരിക്കും മാക്സിമം കിട്ടുക കേട്ടോ. ഓക്കെ, അതായത് വിവിധ ഇനങ്ങളിലൂടെ ഒരു അപേക്ഷകൻ 10ഓ അതിലധികമോ ബോണസ് പോയിന്റ് അവകാശപ്പെട്ടിട്ടുണ്ടെങ്കിലും ആ കുട്ടിക്ക് 10 ആയിട്ടാണ് ബോണസ് പോയിന്റ് എടുക്കുക. ഇനിയുള്ള പോയിന്റ് ആണ് നമ്മുടെ ഗ്രേസ് മാർക്കിന് അർഹതപ്പെട്ട കുട്ടികൾ കൃത്യമായി വായിക്കേണ്ടത്. NCC സ്കൗട്ട് ആൻഡ് ഗൈഡ് രാജ്യ പുരസ്കാരം നേടിയവർ, സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് ആൻഡ് ലിറ്റിൽ കൈറ്റ്സ് A ഗ്രേഡ് ലഭിച്ചിട്ടുള്ളവർ എന്നിവയിൽ ഏതെങ്കിലും ഒരു ഇനത്തിനുള്ള ബോണസ് പോയിന്റിന് മാത്രമേ അനുവദിക്കുകയുള്ളൂ. ഓക്കെ, അതായത് നിലവിൽ NCC അല്ലെങ്കിൽ സ്കൗട്ട് ആൻഡ് ഗൈഡ് രാജ്യ പുരസ്കാരം നേടിയവരോ, സ്റ്റുഡൻറ് പോലീസ് SPCയിലോ ലിറ്റിൽ കൈറ്റ്സിലോ A ഗ്രേഡ് ലഭിച്ചിട്ടുള്ളവർക്കും
ഇതിൽ ഏതെങ്കിലും ഒരു ഇനത്തിനുള്ള ബോണസ് പോയിന്റിന് മാത്രമേ അനുവദിക്കുകയുള്ളൂ. ഏതെങ്കിലും ഒരു ബോണസ് പോയിന്റ് കൊടുക്കും. പക്ഷെ കുറിപ്പ് 2 വായിക്ക്. 10ാം ക്ലാസ്സിൽ ഗ്രേസ് മാർക്ക് ലഭിച്ചിട്ടുള്ള അപേക്ഷകർക്ക് NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്, രാജ്യപുരസ്കാരം നേടിയവരാണെങ്കിലും സ്റ്റുഡൻറ് പോലീസ് കേഡറ്റിലാണെങ്കിലും ലിറ്റിൽ കൈറ്റ്സ് എ ഗ്രേഡ് ലഭിച്ചിട്ടുള്ളവർ എന്നിങ്ങനെയുള്ള ബോണസ് പോയിന്റിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല. അതായത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ ഗ്രേസ് മാർക്ക് അവാർഡ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് കിട്ടില്ല? ഈ ഒരു ബോണസ് പോയിന്റ് കിട്ടില്ല. അതാകെ 2 ബോണസ് പോയിന്റ് വിട്ടാളി, കുഴപ്പമില്ല കേട്ടോ. ഓൾറെഡി നിങ്ങൾക്ക് മാർക്ക് കൂട്ടിയിട്ട് ഫുൾ A+, 8A+ ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് പിന്നെയും കൂടി 2 ബോണസ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന പരിപാടിയല്ല. അത് കഴിഞ്ഞ വർഷമൊക്കെ കൊടുത്തിരുന്നു, ഈ വർഷം അത് കൊടുക്കുന്നില്ല. ഓക്കെ, യെസ്. അപ്പൊ ഈ ഒരു കാര്യമാണ് ബോണസ് പോയിന്റിനെ കുറിച്ച് പറയുന്നത്. സോ ബോണസ് പോയിന്റ് എന്ന് പറയുന്നത് 10ാം ക്ലാസ് കഴിഞ്ഞ് +1 അലോട്ട്മെന്റിലേക്ക് നിങ്ങൾ അപേക്ഷിക്കുന്ന സമയത്ത് ഒരുപാട് കുട്ടികൾ ഉണ്ടാവും. ഇപ്പോൾ 200 കുട്ടികൾ ഒരു സ്കൂളിലേക്ക് അപേക്ഷിച്ചു. സയൻസ് സീറ്റിന് വേണ്ടിയിട്ട് 200 കുട്ടികൾ അപേക്ഷിച്ചു. ആ സ്കൂളിൽ ആകെ 60 സീറ്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ 200 കുട്ടികളിൽ നിന്ന് എങ്ങനെയാണ് ഞാൻ 60 കുട്ടികളെ സെലക്ട് ചെയ്യുക? അത് കമ്പ്യൂട്ടറാണ് സെലക്ട് ചെയ്യുക. എങ്ങനെയാണ് സെലക്ട് ചെയ്യുക? ഇതിൽ ഏത് കുട്ടിക്കാണോ റാങ്ക് ഫസ്റ്റ് വരുന്നത് ആ കുട്ടി സീറ്റ് ഫസ്റ്റ് കിട്ടും. അങ്ങനെ റാങ്ക് 60 വരെ 60 വരെ ഏത് കുട്ടികളാണുള്ളത് ആ കുട്ടിക്ക് ആ കുട്ടികൾക്ക് ആ സ്കൂളിൽ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, 61ാമത്തെ കുട്ടി വെയിറ്റിംഗ് ലിസ്റ്റിലായിരിക്കും. ഓക്കെ, അതായത് 60ാമത്തെ കുട്ടി കിട്ടിയില്ലെങ്കിൽ 61ാമത്തെ കുട്ടി അവിടെ പെൻഡിങ്ങിൽ നിൽക്കുക, അടുത്ത അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുക എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ഇനി ഈ 60 കുട്ടികളെ എങ്ങനെയാണ് ഈ കമ്പ്യൂട്ടർ സെലക്ട് ചെയ്യുന്നത്? അത് WGPA എന്ന് പറയുന്ന ഒരു ഗ്രേഡ് വാല്യൂൽ ഒരു മാർക്കിലൂടെയാണ്. ആ WGPA എങ്ങനെയാണ് കണക്കാക്കുന്നത്? അത് ഞാനിവിടെ കാണിക്കുന്നില്ല. അതിൽ ഏറ്റവും ഫസ്റ്റ് നോക്കേണ്ടത് എന്താണെന്നറിയോ? നിങ്ങളുടെ SSLCയിൽ കിട്ടിയ A+കളുടെ എണ്ണമാണ്. A+ ആണെങ്കിൽ 9, A ഗ്രേഡ് ആണെങ്കിൽ 8. അതിനാണ് ഗ്രേഡ് വാല്യൂ എന്ന് പറയാം. ഒരാൾക്ക് ഇപ്പോൾ 9 A+ഉം ഒരു A ഗ്രേഡ് ഉണ്ടെങ്കിൽ 9 A+, 9 × 9 81 പ്ലസ് ഒരു A ഗ്രേഡ് ആണെങ്കിൽ 8 മാർക്ക്. സോ 81 8 89 മാർക്ക്. 89 ആണ് ആ കുട്ടിയുടെ ഗ്രേഡ് വാല്യൂ. പ്ലസ് അത് കഴിഞ്ഞാൽ എന്തുണ്ടാകും? ബോണസ് പോയിന്റ് ഉണ്ടാകും. അത് 10 ആണെങ്കിൽ 10, 8 ആണെങ്കിൽ 8. ബാക്കി കുറച്ച് സാധനങ്ങളൂടെ നോക്കും. അതൊക്കെ നോക്കിയിട്ട് കിട്ടുന്ന ടോട്ടൽ വാല്യൂ ആണ് എന്ത്? WGPA. സോ ആ WGPA ആർക്കാണോ ഏറ്റവും കൂടുതലുള്ളത് അയാൾക്കാണ് റാങ്ക് ഫസ്റ്റ് ഉണ്ടാവുക. ഓക്കെ, സോ WGPയെ കുറിച്ച് കൂടുതലായിട്ട് പറയാൻ ഞാൻ ഈ വീഡിയോ ഉപയോഗിക്കുന്നില്ല. ഇതിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ബോണസ് പോയിന്റിനെ കുറിച്ചാണ്. ബോണസ് പോയിന്റ് ഗ്രേസ് മാർക്ക് കിട്ടിയവർക്ക് ബോണസ് പോയിന്റ് ഉണ്ടാകില്ല, ഗ്രേസ് മാർക്ക് കിട്ടാത്തവർക്ക് ബോണസ് പോയിന്റ് ഉണ്ടാവുകയും ചെയ്യും. ഇതൊക്കെ നിങ്ങൾ കൊടുക്കുന്ന സ്കൂളുകൾക്ക് അനുസരിച്ചാണ് ഉണ്ടാവുക കേട്ടോ. നിങ്ങൾ ഏതോ ദൂരത്തുള്ള സ്കൂൾ കൊടുത്തു കഴിഞ്ഞാൽ താലൂക്ക് മാറി, പഞ്ചായത്ത് മാറി, എല്ലാം മാറി. അപ്പോൾ ആ ബോണസ് പോയിന്റ് നിങ്ങൾക്ക് കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ നിങ്ങളുടെ റാങ്ക് 500, 600, 200, 300, 400 ഒക്കെ ആയി പോകും കേട്ടോ. 1300, 2000 ഒക്കെ ആയി പോകും. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറഞ്ഞു തരുന്നുണ്ട്. സോ വീണ്ടും കാണാം. ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.